ചേർത്തല നഗരഹൃദയത്തിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച വൻ അഗ്നിബാധ. കടയുടെ മേൽഭാഗം പൂർണ്ണമായും തകർന്നു. ആർക്കും പരിക്കില്ല. പക്ഷേ ജനം പരിഭ്രാന്തരായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. ചേർത്തല നഗരഹൃദയത്തിൽ പാചകവാതക ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അഗ്നിബാധയുണ്ടായത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശത്തെ 5 സ്റ്റാർ ബേക്കറിയിലാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അഗ്നിബാധയുണ്ടായത്. ശനിയാഴ്ച രാവിലെ 10:30-ഓടെയാണ് അപകടം. ബേക്കറിയുടെ മുകൾ നിലയിൽ കിച്ചണിലാണ് ഗ്യാസ് സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് തീപിടുത്തമുണ്ടായത്. ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ താഴേക്ക് ഓടി രക്ഷപ്പെട്ടു. ആർക്കും പരിക്കില്ല. തീഗോളം ആകാശത്തേക്ക് ഉയർന്നു. ജനം ചിതറി ഓടി. സമീപത്തെ സ്ഥാപനങ്ങളിൽ ചിലതെല്ലാം അടച്ചുപൂട്ടി. ഇതുവഴിയുള്ള ഗതാഗതം തടഞ്ഞു. തീയും പുകയും ഉയർന്നത് വലിയ ആശങ്ക സൃഷ്ടിച്ചു. 2 സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. ചേർത്തലയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അരമണിക്കൂറിലേറെ നേരം പരിശ്രമിച്ചാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് ശ്രീകുമാർ, സീനിയർ ഫയർ ഓഫീസർ ജസ്റ്റിൻ, ലജി, രാകേഷ്, രഞ്ജിത്ത്, സന്തോഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. ചേർത്തല പോലീസും സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ബേക്കറി സാധനങ്ങൾ നിർമ്മിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടെ കത്തിച്ചാമ്പലായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. തൊട്ടടുത്തുള്ള KSFE ശാഖയിലേക്ക് തീ പടരുമെന്ന സാഹചര്യം ആശങ്ക സൃഷ്ടിച്ചു. വലിയ ശബ്ദത്തോടെ തീയും പുകയും ഉയർന്നതായി ജീവനക്കാർ പറഞ്ഞു. ഇതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു KSFEയുടെ ഫയലുകളും രേഖകളും മറ്റും സൂക്ഷിച്ചിരുന്നത്. സ്ട്രോങ് റൂമും ഇവിടെ തന്നെയായിരുന്നു. പുറത്തു വച്ചിരുന്ന ബോർഡുകൾക്ക് നാശനഷ്ടമുണ്ടായി. അകത്തേക്ക് പുക പടർന്നതിനാൽ ആശങ്ക ഉണ്ടായെന്ന് KSFE ബ്രാഞ്ച് മാനേജർ സിമി എസ് കുമാർ പറഞ്ഞു. സംഭവം അറിഞ്ഞ മന്ത്രി P പ്രസാദ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ S സോബിൻ, DYSP D അനിൽകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. വയലാർ റൈഹാൻ മൻസിലിൽ മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം.